പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കർഷക ആത്മഹത്യ എന്നുള്ളൊരു ആരോപണം ആ സർക്കാരിനെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി കേരളം ഏറ്റവും ദുഃഖകരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് കർഷക ആത്മഹത്യ. പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ഉപജീവന മാർഗം വഴിമുട്ടി പോകുമ്പോഴാണ് കർഷകർക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഒടുവിൽ ബാങ്കുകൾ കൂടി കടുംപിടുത്തം തുടർന്നതോടെ കർഷകരുടെ കാര്യം ദുരിതത്തിലായി. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് ഒരു സമാശ്വാസ കർഷകർക്ക് വേണ്ടി കർഷകരെ സഹായിക്കാനുള്ള ചില പദ്ധതികൾ പ്രത്യേക മന്ത്രിസഭയും ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കർഷകർ എടുത്തിരിക്കുന്ന വായ്പകൾക്ക് മേലുള്ള ജപ്തി നടപടികൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടാനാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭയോഗം തീരുമാനിച്ചിരിക്കുന്നത്. കർഷകർക്ക് കാർഷിക വായ്പകൾക്ക് മാത്രമല്ല മറ്റ് വായ്പകൾക്കും ഈ മൊറട്ടോറിയം ബാധകമാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖേന നിലവിൽ വയനാട് ജില്ലയിൽ 2014 മാർച്ച് 31 വരെയുള്ള കാർഷിക വായ്പകൾക്കും മറ്റ് ജില്ലകളിൽ 2011 ഒക്ടോബർ 31 വരെയുള്ള കാർഷിക വായ്പകൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. വയനാട് ജില്ലകളിലെ കൃഷിക്കാരുടെ 2018 ഓഗസ്റ്റ് 31 വരെയുള്ള വായ്പകൾക്ക് തിരിച്ചടയൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്കായിരിക്കും ഈ ആനുകൂല്യം ബാധകമാവുക. മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭയോഗം തീരുമാനിച്ചിരിക്കുന്നു. കാർഷിക കടാശ്വാസ കമ്മീഷൻ 50,000 രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികയ്ക്ക് നൽകുന്ന ആനുകൂല്യം അത് 1 ലക്ഷം രൂപയിൽ നിന്നും 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാനും ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭയോഗം തീരുമാനിച്ചു. ദീർഘകാല വിളകൾക്ക് പുതിയതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. 1 വർഷം വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് 85 കോടി രൂപ ഉടനെ തന്നെ അനുവദിക്കാനും ഇതിൽ 54 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനും തീരുമാനമായി. കാലവർഷക്കെടുതിയും കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും നോട്ട് നിരോധനം പോലുള്ള നടപടികളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ കർഷകർക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ദേശീയ തലത്തിൽ വലിയ കാർഷിക പ്രക്ഷോഭമൊക്കെ BJP സർക്കാരിനെതിരെ നടക്കുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച സർക്കാരാണ് നമ്മുടേത്. അതേ കേരളത്തിൽ കർഷകരെ സഹായിക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.